ചെറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തിൽ വിശുദ്ധ ജീവിതം എങ്ങനെ നയിക്കണമെന്നുള്ളത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചില ക്ലാസ്സുകൾ നമ്മൾ എടുത്തു. വളരെ പ്രാധാന്യത അർഹിക്കുന്ന ഒരു പഠനമാണ് ഈ വിശുദ്ധ ജീവിതത്തോടുള്ള ബന്ധത്തിലുള്ള പഠനം. നാം ആദ്യമായി ചിന്തിക്കുകയുണ്ടായി, ദൈവം ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ നമുക്ക് അസാധ്യമായതൊന്ന് നമ്മളെ കൊണ്ട് ദൈവം ആവശ്യപ്പെടില്ല. ഒരു കാര്യം നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അതിനു വേണ്ട പ്രൊവിഷൻസ് ഒക്കെ തന്ന ശേഷമേ ദൈവം നമ്മളോട് ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുകയുള്ളൂ. നാം അത് ചെയ്യുന്നില്ല, നമുക്കത് സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ ഭാഗത്തുള്ള കുറവ് തന്നെയാണ്. ഉദാഹരണമായിട്ട് ദൈവം പറഞ്ഞു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കണം. പാപത്തിന്റെ പ്രകൃതി ഉള്ളവരാണ് നമ്മൾ ഇന്ന് വരെയും വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല പൂർണ്ണമായി. നമ്മുടെ പഴയ ജഡസ്വഭാവം നമ്മളിലുണ്ട്, പഴയ മനുഷ്യൻ നമ്മളിലുണ്ട്. എങ്ങനെ ആ പഴയ മനുഷ്യനോട് ഇടപെടണം? ഈ പഴയ മനുഷ്യൻ മോഹങ്ങൾ ജനിക്കുമാറ് വീണ്ടും അവൻ ആക്റ്റീവായി തീരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമായ ദൈവവചനത്തിലൂടെ നമ്മൾ കണ്ടു. സാധാരണ പഠിക്കാത്ത ഭാഗങ്ങള് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുകയുണ്ടായി. നമ്മളിലെ രണ്ട് വ്യക്തിത്വമാണുള്ളത് രക്ഷിക്കപ്പെട്ടവരിൽ. ഒരു പഴയ മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എന്തായിരുന്നോ അതെല്ലാം നമ്മളിൽ ഇന്നും ഉണ്ട്. ദൈവം അതിനെ റിഫൈൻ ചെയ്തില്ല. ദൈവം ആ ഭാഗം വീണ്ടെടുത്തിട്ടില്ല. നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവ് വരെ അല്ല, നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ട് രൂപാന്തരപ്പെട്ട് കർത്താവിനെ പോലെ ആയിത്തീരുന്നത് വരെ ആ പഴയ മനുഷ്യൻ നമ്മളിലുണ്ട്. അവനെ വേണമെങ്കിൽ ജീവിക്കാം. ജീവിച്ചാൽ പണ്ട് നമ്മൾ ജീവിച്ച പോലെ തന്നെ ജീവിക്കും. എന്നാൽ നമ്മുടെ ഉള്ളിൽ പഴയ മനുഷ്യൻ ഉണ്ടാകുന്നത് ദൈവ അനുരൂപമായ ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോഴാണ്. ആ പുതിയ മനുഷ്യൻ ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടതാണ്. ദൈവത്തിന്റെ ക്യാരക്ടറാണ്. നമ്മൾ അത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ വളരെ വ്യക്തമായി കണ്ടു, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം, പുതിയ മനുഷ്യനെ ധരിക്കണം. ആ നമ്മുടെ ആന്തരികമായ ആ മാറ്റം അല്ലെങ്കിൽ പുതുതായി നമ്മളിൽ ഉണ്ടായ ക്യാരക്ടർ, ആ ആത്മിക സ്വഭാവങ്ങൾ നമ്മൾ ധരിക്കണമെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ പ്രകടമാക്കണം നമ്മുടെ ജീവിതത്തിലൂടെ. നമ്മൾ കണ്ടു, യേശുക്രിസ്തുവിനെ ധരിച്ചു കൊള്ളുക. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. നമ്മുടെ ചിന്തയും നമ്മുടെ വിശുദ്ധ ജീവിതവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്നുള്ളത് ചില ക്ലാസ്സുകളിൽ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അതിൻ്റെ പ്രാധാന്യത എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല. അതിൻ്റെ പ്രാധാന്യത നമ്മൾ വീണ്ടും വീണ്ടും ധ്യാനിച്ചു നോക്കണം. നമ്മൾ എടുത്ത ക്ലാസ്സുകൾ ഒന്നുകൂടെ കഴിയുമെങ്കിൽ അതിലൂടെ കടന്നുപോയാൽ നമുക്ക് വളരെ സഹായകമായി തീരും. നമ്മുടെ ചിന്തകളെ ആസ്പദമാക്കിയാണ് നമ്മുടെ ജീവിതം പ്രകടമാകുന്നത്. തിരുവചനത്തിലൂടെ നമ്മൾ കണ്ടു, ഫോർ എ മാൻ ആസ് എ മാൻ തിങ്കeth in his heart so is he. ഒരു മനുഷ്യൻ ഹൃദയത്തിൽ കണക്കൂട്ടുന്ന പോലെയാണ് അവന്റെ വ്യക്തിത്വം. ഞാൻ ആരായിരിക്കുന്നു എന്നുള്ളത് എൻ്റെ ആന്തരിക മനുഷ്യനെ ആസ്പദമാക്കിയാണ്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ വളരെ വ്യക്തമായി നമ്മൾ കണ്ടു, സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ കാത്തുകൊള്ളണം, അതിൽ നിന്നാണ് ജീവന്റെ ഉറവുകൾ പുറപ്പെടുന്നതെന്ന് കണ്ടു. ഇഷ്യൂസ് ഓഫ് ലൈഫ്. ഒരു വിശുദ്ധനായി ജീവിക്കുമോ, അശുദ്ധനായി ജീവിക്കുമോ, ഒരു ലോകമനുഷ്യനായി ജീവിക്കുമോ, ഒരു ദൈവമനുഷ്യനായി ജീവിക്കുമോ എന്നുള്ളത് ആ ഇഷ്യൂസ് ഉണ്ടാകുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഹൃദയത്തെ കാത്തുകൊള്ളുവാനായിട്ട് ആവശ്യപ്പെട്ടു. നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ വളരെ വ്യക്തമായി എന്താണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നടക്കുന്നത് നമ്മൾ വായിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായമുമ്പാകെ വെളിപ്പെടണം. നമ്മുടെ മോട്ടീവ്സ് വെളിപ്പെടും, നമ്മുടെ ഹൃദയങ്ങളെ വെളിപ്പെടുത്തും. നമ്മൾ ആരായിരുന്നു എന്നുള്ളത് ക്രിസ്തുവിന്റെ ന്യായമുമ്പാകെ വെളിപ്പെടും. നമ്മുടെ കർത്താവ് പറഞ്ഞു, 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ തിരുവചനത്തിൽ വായിക്കുന്നു, സമയത്തിന് മുമ്പ് ഒന്നും വിധിക്കരുത്, അവൻ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്നത് വെളിപ്പെടുത്തി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ആലോചനകൾ വെളിപ്പെടുത്തും. ഞാൻ നേരത്തെ ഓർപ്പിച്ചു, ഏത് പാപപ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ചിന്തകൾ മനസ്സിൽ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ദാവീദിന്റെ പാപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു.
ദാവീദ് പാപബോധമുണ്ടായി ദൈവത്തോട് കരയുന്നുണ്ട്, എനിക്ക് ഒരു ക്ലീൻ ഹാർട്ട് തരണം, ഈസോപ്പ് കൊണ്ട് എന്നെ കഴുകണം. ദൈവത്തോട് പറയുകയാണ്, എൻ്റെ പ്രശ്നം എൻ്റെ ഹൃദയമാണ്, എനിക്കൊരു ശുദ്ധ ഹൃദയം തരണം, എന്നെ ഈസോപ്പ് കൊണ്ട് കഴുകണം. സൗരന്മാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വേദഭാഗത്തിന്റെ പ്രാധാന്യത ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മൾ ഓർക്കണം, ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചിരിക്കുകയാണ്. നമ്മള് ന്യായപ്രമാണം 10 കൽപ്പനകള്, ദൈവത്തിന്റെ പ്രമാണങ്ങൾ എഴുതി തന്നത് അതനുസരിച്ച് നീതീകരിക്കപ്പെടുവാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മളെ നീതീകരിച്ചു. യേശുക്രിസ്തുവിന്റെ ആ രക്ഷണ്യ വേലയാൽ നാം വിശ്വാസം അർപ്പിച്ച മാത്രമേ നമ്മളെ നീതീകരിച്ചു. എന്നാൽ നീതീകരിച്ച നമ്മൾ 8-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കണം. ന്യായപ്രമാണത്തിന്റെ നീതി, ന്യായപ്രമാണം എന്താണോ കൽപ്പിക്കുന്നത് അതിന്റെ നീതി നമ്മളിൽ നടക്കണം. ന്യായപ്രമാണം നിവർത്തിക്കാനായിട്ടല്ല. ഉദാഹരണമായിട്ട് വ്യഭിചാരം ചെയ്യരുത്, ആ വ്യഭിചാരം ചെയ്യാതിരിക്കുക എന്നുള്ളത് ദൈവകൽപ്പനയാണ്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് മോഹത്തോടുകൂടെ സ്ത്രീയെ നോക്കരുത്. കർത്താവ് പറഞ്ഞു, അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ആ ഹൃദയത്തിലെ പ്രീ മെഡിറ്റേഷൻ ആണ് അത് പാപമായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഹൃദയത്തെ കാത്തുകൊള്ളുവാനായിട്ട് പറഞ്ഞു. ഒരു സഹോദരനെ പകയ്ക്കരുത്. പകയ്ക്കുകയാണെങ്കിൽ ആ കൊലപാതകത്തിലേക്ക് നയിക്കും. എന്തും ചെയ്യുവാനായിട്ട് മടിക്കില്ല. നമ്മള് വളരെ വ്യക്തമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ന്യായപ്രമാണത്തിന്റെ നീതി നമ്മളിൽ നിവർത്തിക്കണം. എന്നിട്ട് നമ്മള് ആ റോമലേഖനം 8-ാം അധ്യായം വളരെ പ്രാധാന്യത അർഹിക്കുന്നു ഈ വിശുദ്ധ ജീവിതത്തിലുള്ള ബന്ധത്തിൽ. നമ്മളതിന്റെ 5 തൊട്ടുള്ള വാക്യങ്ങൾ കണ്ടു. ജഡസ്വഭാവമുള്ളവര്, ആത്മസ്വഭാവമുള്ളവര്. നമ്മൾ കണ്ടു, ജഡത്തിലുള്ളവര് ജഡത്തിന്റെ ചിന്തയാണ്, അത് രക്ഷിക്കപ്പെടാത്തവരാണ്. ആത്മികര് രക്ഷിക്കപ്പെട്ടവരാണ്. അവരെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. എന്നാൽ പുതിയ ഒരു ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 9 തൊട്ട് 13 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 9 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ കുറേശ്ശെ അത് എടുക്കുന്നതിന്റെ കാരണം ഒന്നിച്ചൊന്നും അത് വായിച്ചാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകില്ല. വളരെ ഡീപ്പായിട്ടുള്ളൊരു ടീച്ചിങ് ആണ്. പൗലോസിന്റെ തിരുവചനത്തിൽ പറയുന്നില്ലേ, കട്ടിയായ ഭാഗങ്ങളുണ്ട്. ആ കട്ടിയായ ആഹാരങ്ങളിൽ ഒരു ഭാഗമാണ് ഇതെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇത് ഭയങ്കരമായ തിയോളജിക്കൽ, വേദശാസ്ത്രത്തിന്റെ കാതലായ കാര്യങ്ങൾ പൗലോസ് കൂടെ അണിനിരത്തുകയാണ്. റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 9 തൊട്ട് 13 വരെയുള്ള വാക്യം ഞാൻ വായിക്കുകയാണ്. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആകയാൽ സഹോദരന്മാരെ, ഞാൻ ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നെങ്കിലോ നിങ്ങൾ ജീവിക്കും. വളരെ സംശയങ്ങൾ ഉള്ളതും തെറ്റിദ്ധരിക്കപ്പെട്ടതുമായ ചില ഭാഗങ്ങളാണ് ഞാൻ വായിച്ചത്. വേദ പണ്ഡിതർ അല്ലെങ്കിൽ ദൈവജനം പഠിക്കുന്നതിനിടയിൽ തന്നെ തർക്കങ്ങളുണ്ട് ഈ ഭാഗത്തെ കുറിച്ച്. ഇവിടെ പറയുന്ന മരണം, ഇത് ശാരീരിക മരണമാണോ അതോ ആത്മീകമായ കാര്യങ്ങളാണോ ഈ പറയുന്നത്? ഇതൊക്കെ ഇവിടെ ഒരു സംശയം ഉളവാക്കുന്ന ഭാഗങ്ങളാണ്. നമുക്ക് വളരെ ശാന്തമായിട്ട് ഈ ഭാഗത്തിലേക്കൊന്ന് കടന്നു പോകാം. 9-ാം വാക്യം നോക്കിക്കാട്ടെ. 9-ാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവം ഉള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവര് അത്രേ. നമ്മള് ഈ 9-ാം വാക്യം തുടങ്ങി ശ്രദ്ധിക്കുമ്പോൾ പൗലോസ് 3rd പേഴ്സണിൽ നിന്ന് ഇതുവരെ അതാ പറഞ്ഞുകൊണ്ടിരുന്നത് 2nd പേഴ്സണിലേക്ക് മാറുകയാണ്. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്, വ്യക്തിപരമായി പറയുകയാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ ആ വാക്യം വായിച്ചു നോക്കിയാൽ, ബട്ട് യു ആർ നോട്ട് ഇൻ ഫ്ലഷ് ബട്ട് യു എന്ന് പറഞ്ഞ്
സെക്കൻഡ് പേഴ്സണിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. അവിടെ ഞാൻ ആ ഭാഗം ഇരുന്ന് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, യു എന്നുള്ളത്, നിങ്ങൾ എന്നുള്ളത് ഭയങ്കര ഊന്നിപ്പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭാഷാന്തരമാണ്. യു, നിങ്ങൾ എന്ന് പറഞ്ഞാൽ പൗലോസ് ഇതുവരെ തേർഡ് പേഴ്സണിൽ പറഞ്ഞത് സെക്കൻഡ് പേഴ്സണിലോട്ട് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ആപ്ലിക്കേഷനിലേക്ക് വരികയാണ്. നമ്മൾ അവിടെ വായിക്കുന്നു 9-ാം വാക്യം, ബട്ട് യു ആർ നോട്ട് ഇൻ ഫ്ലഷ്. വിശ്വാസികളോട് പറയുകയാണ്, ബട്ട് യു ആർ നോട്ട് ഇൻ ഫ്ലഷ്. നിങ്ങൾ ജഡത്തിലല്ല, ബട്ട് ഇൻ ദ സ്പിരിറ്റ്. പക്ഷെ നിങ്ങൾ ആത്മാവിലാണ്. ഇഫ് ഇൻഡീഡ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഡ്വെൽത്ത് ഇൻ യു. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിലോ. അപ്പം രണ്ടു കൂട്ടം ആളുകളാണ് ഭൂമിയിൽ ഉള്ളത്, ജഡത്തിൽ വസിക്കുന്നവര് അല്ലെങ്കിൽ ആത്മാവുള്ളവർ. പൗലോസ് ഇവിടെ ഈ രണ്ടു കൂട്ടരെ ക്ലാരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ബൈബിളിൽ വായിക്കുകയാണെങ്കിൽ ഇവിടെ ഇഫ് എന്നുള്ളൊരു പദമുണ്ട്. അതായത് 10-ാം വാക്യം, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ. 11-ാം വാക്യം, യേശുവിനെ മരിച്ചവനെ ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിലോ. ഇഫ് എന്ന് രണ്ട് ഭാഗത്തിലുമുണ്ട്. ഈ ഇഫ് എന്നുള്ളത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അതല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ദൈവമക്കളാണ്, നമ്മളിൽ ദൈവാത്മാവ് ഉണ്ട്. ആ ദൈവാത്മാവ് നിങ്ങളിൽ ഉണ്ടതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം. നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, അതിന്റെ 9-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം നോക്കിക്കാട്ടെ, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഇത് ക്രിസ്തീയ ഉപദേശത്തിന്റെ കാതലായ ഒരു അടിത്തറയാണ്. എന്താ അവിടെ പറയുന്നത്? ഇഫ് എനിവൺ ഡസ് നോട്ട് ഹാവ് ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്, ഹി ഈസ് നോട്ട് ഹിസ്. ദൈവത്തിന്റെ, ക്രിസ്തുവിന്റെ ആത്മാവ് അവന് ഇല്ലെങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവനല്ല. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അവൻ രക്ഷിക്കപ്പെട്ടവനല്ല. നമുക്ക് 1-2 ഭാഗം ഒന്ന് നോക്കാം. 2 കൊരിന്ത്യർ 13:5 നോക്കിക്കാട്ടെ. നമ്മളെ പരിശോധിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. 2 കൊരിന്ത്യർ 13-ാം അധ്യായം എന്ന് നോക്കാം. 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ അറിയുന്നില്ലയോ? നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടോ? ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുണ്ടോ? ആ ഭാഗം നോക്കിക്കാട്ടെ. എക്സാമിൻ യുവർസെൽഫ് എന്നാണ് ഇംഗ്ലീഷിൽ. അതായത് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കണം, ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ? ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ക്രിസ്തു എന്നിലുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നിലുണ്ട്. ദൈവാത്മാവ് എന്നിൽ ഇല്ല എങ്കിൽ ഞാൻ ക്രിസ്തുവിനുള്ളവനല്ല. ഈ ഭാഗം കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് ഈ ഉപദേശം നമുക്ക് ഇച്ചിരൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഒരു ശരിയായ ഒരു വിശ്വാസി, അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഹോൾമാർക്ക് ഓഫ് എൻ ഒത്തന്റിക് ബിലീവർ. ഹോൾമാർക്ക് ഓഫ് എൻ ഒത്തന്റിക് ബിലീവർ. ഒരു ശരിയായ വിശ്വാസിയുടെ അടയാളം എന്തെന്ന് ചോദിച്ചാൽ he is possessing the Holy Spirit. അവന്റെ ഉള്ളിൽ ദൈവാത്മാവ് ഉണ്ടെന്നുള്ളതാണ്. നമുക്ക് ഇത് വായിക്കുമ്പോൾ വളരെ ചിന്തിപ്പാൻ കഴിയുന്ന ഒരു ഭാഗമാണ് അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം. അവിടെ പൗലോസ് എഫെസോസിൽ ഇരിക്കുമ്പോൾ ഉൾപ്രദേശത്തുകൂടെ പോയപ്പോൾ കുറെ ശിഷ്യന്മാരെ അവിടെ കണ്ടു. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം ഒന്ന് എടുത്താട്ടെ. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം. അപ്പൊല്ലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശത്തൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. അവര് എല്ലാവരും കൂടെ ഏതാണ്ട് 12 പേരുണ്ട്. പൗലോസ് അവരെ കണ്ടപ്പോൾ പൗലോസിന് ഒരു കാര്യം ബോധ്യമായി, ഇവർ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് ഡൗട്ട് ഉണ്ടായി. അതിന്റെ കാരണം നമുക്ക് ചിന്തിച്ചു നോക്കാം. പൗലോസ് അവരോട് ചോദിച്ച കാര്യം, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്നവരോട് ചോദിച്ചു. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു. താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. 4-ാം വാക്യം നോക്കി, യോഹന്നാൻ മാനസാന്തര സ്നാനം കഴിക്കുന്നത്
യോഹന്നാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു 3-ാം വാക്യത്തിൽ. അപ്പോൾ ഈ ശിഷ്യന്മാര് സ്നാനമേറ്റത് യോഹന്നാൻ സ്നാപകന്റെ സ്നാനമാണ്. യോഹന്നാൻ സ്നാപകന്റെ സ്നാനം ഏറ്റിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. അതെങ്ങനാ? നമുക്ക് നോക്കാം. മത്തായിയുടെ ഈ ഭാഗത്ത് തിരിച്ചു വരണം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം നോക്കിക്കോട്ടെ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം യോഹന്നാൻ പ്രസംഗിച്ച കാര്യം നോക്കിക്കേ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും നീതിയിലും തീയിലും സ്നാനം കഴിപ്പിക്കും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. വളരെ വ്യക്തമായി യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. യേശുക്രിസ്തു വരുമ്പോൾ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. ഞാൻ കഴിപ്പിക്കുന്നത് മാനസാന്തര സ്നാനമാണ്. ഈ മാനസാന്തര സ്നാനം യോഹന്നാന്റെ പ്രസംഗം കേട്ട് മാനസാന്തര സ്നാനം ഏറ്റ 12 ശിഷ്യന്മാരെയാണ് അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ പൗലോസ് കണ്ടത്. അവരോട് ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ? അപ്പോൾ അവരെന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല. ഈ വാക്യം വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്യമാണ്. എന്താ തെറ്റിദ്ധരിച്ചെന്ന് ചോദിച്ചാൽ, അതിന്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിലും ഇംഗ്ലീഷിലും വേണ്ടവണ്ണം വന്നിട്ടില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ ഇതിന്റെ ശരിയായ ട്രാൻസ്ലേഷൻ വായിക്കാം. അവിടെ വായിക്കുന്നു, we did not so much as hear whether the Holy Spirit was or was given. ആത്മാവിനെ നൽകി എന്നുള്ളത് ഞങ്ങൾ കേട്ടിട്ടില്ല. പെന്തിക്കോസിനെ കുറിച്ച് അവർ കേട്ടിട്ടില്ല. ആത്മാവിനെ കുറിച്ച് കേട്ടിട്ടില്ലെന്നല്ല, ആത്മാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. യോഹന്നാന്റെ പ്രസംഗം കേട്ടെങ്കിൽ അത് കേട്ടിട്ടുണ്ട്. എന്റെ പിന്നാലെ വരുന്നവൻ അവൻ ആത്മാവ് കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തും. തീർച്ചയായിട്ടും അവർ ആത്മാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ 2-ാം വാക്യം തെറ്റായ ഒരു ഭാഷാന്തരമാണ്. ഞാൻ പറഞ്ഞു ശരിയായ ഭാഷാന്തരം. We did not so much. നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിക്കുമ്പോൾ we did not so much as hear whether the Holy Spirit was. ആത്മാവ് ഉണ്ടോ എന്നുള്ളത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ആത്മാവ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾ കേട്ടിട്ടില്ല. അവർക്ക് പെന്തിക്കോസിന്റെ അനുഭവങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഈ എഫെസോസിലുള്ള ശിഷ്യന്മാർ ഇത് തന്നെ ഇതേ ആശയം യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം നോക്കിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന് 39-ാമത്തെ വാക്യം നമ്മുടെ കർത്താവ് പറഞ്ഞ ഭാഗമാണ്. യോഹന്നാൻ 7-ന്റെ 39-ാം വാക്യം. എന്നിൽ വിശ്വസിക്കുന്നതിനുള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാണെന്ന് പറഞ്ഞത്. അടുത്ത ഭാഗം, യേശു അന്ന് തിരസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അതും ഇംഗ്ലീഷിൽ വായിച്ചാല് അവിടെ വായിക്കുന്നത് ഹി ഈസ് നോട്ട് ഹിയർ. അവൻ ഇവിടെ ഇല്ല, കാരണം അവൻ തിരസ്കരിക്കപ്പെട്ടിട്ടില്ല. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദ സ്പിരിറ്റ് വാസ് നോട്ട് യെറ്റ് ബിക്കോസ് ജീസസ് വാസ് നോട്ട് യെറ്റ് ഗ്ലോറിഫൈഡ്. ആ വാക്ക് നോക്കിയേ, ദ സ്പിരിറ്റ് വാസ് നോട്ട് യെറ്റ്. ആത്മാവ് വാസ് നോട്ട് യെറ്റ്. ആത്മാവ് വന്നിട്ടില്ല. കാരണം എന്നാ? യേശുക്രിസ്തു തിരസ്കരിക്കപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തു തിരസ്കരിക്കപ്പെടണം ആത്മാവ് വരണമെങ്കിൽ. നമുക്കറിയാം ലേവ്യപുസ്തകം 23-ാം അധ്യായം ആദ്യഫല കറ്റ കൊണ്ടുവന്ന് 50 ദിവസം കഴിയുമ്പോഴേ ആത്മാവ് അല്ലെങ്കിൽ പെന്തിക്കോസ് പെരുന്നാൾ ഉള്ളൂ. നമ്മുടെ കർത്താവ് 40 ദിവസം ഈ ഭൂമിയിൽ പുനരുത്ഥാനം കഴിഞ്ഞുണ്ടായിരുന്നു. 10 ദിവസം കൂടെ ആ ശിഷ്യന്മാർ കാത്തിരുന്നു. അവൻ ഉയരത്തിൽ കരേറിപ്പോയി. പിതാവിന്റെ വലത്തുഭാഗത്ത് മഹത്വീകരിക്കപ്പെട്ട് ആരോഹണം ചെയ്തു. അവൻ പിതാവിനോട് ചോദിച്ചു, സത്യത്തിന്റെ ആത്മാവിനെ ചോദിച്ച് മേടിച്ച് അയച്ചു കൊടുത്തു. അത് 50-ാമത്തെ ദിവസമാണ്. എന്നാൽ അവിടെ ഇംഗ്ലീഷിൽ വായിക്കുന്നത് ദ സ്പിരിറ്റ് വാസ് നോട്ട് യെറ്റ്. അങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ദ സ്പിരിറ്റ് വാസ് നോട്ട് യെറ്റ് ബിക്കോസ് ജീസസ് വാസ് നോട്ട് യെറ്റ് ഗ്ലോറിഫൈഡ്. ഇതേ വാക്കാണ് എഫെസോസിലെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ യോഹന്നാന്റെ സ്നാനമേറ്റ ശിഷ്യന്മാർ പറഞ്ഞത്. We did not so much whether the Holy Spirit was.
ആത്മാവ് ഉണ്ടോ എന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല. അതിന്റെ ആശയം ഭാഷാന്തരം ചെയ്താൽ ആത്മാവ് വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ കർത്താവ് ബഹുദ്ധീകരിക്കപ്പെട്ടെങ്കിലേ ആത്മാവ് വരത്തുള്ളൂ. ഇവിടെ നമ്മൾ ഓർക്കണം, ഈ എഫെസോസിലെ ശിഷ്യന്മാർ ഇഗ്നറന്റ് ആയത് പെന്തിക്കോസ്തിനെ കുറിച്ചാണ്, പരിശുദ്ധാത്മാവ് വന്നതിനെ കുറിച്ചാണ്. അവരോടാണ് 2-ാം വാക്യത്തിൽ പൗലോസ് ചോദിച്ചത്, ഡിഡ് യു റിസീവ് ദ ഹോളി സ്പിരിറ്റ് വെൻ യു ബിലീവ്? ആ വാക്യം ഒന്നുകൂടെ നോക്കിയേ. ഇത് ഒത്തിരി പേരെ സംശയിപ്പിക്കുന്ന ഒരു വാക്യമാണ്. എന്നെ കേൾക്കുന്ന പലർക്കും സംശയമില്ലായിരിക്കാം. എന്നാൽ ഇത് റെക്കോർഡ് ചെയ്ത് പോകുന്നത് കൊണ്ടും മറ്റനേകര് അത് കേൾക്കാൻ പോകുന്നത് കൊണ്ടും ചിലർക്കെങ്കിലും സംശയമുള്ളത് കൊണ്ടും ഞാനതൊന്ന് ക്ലാരിഫൈ ചെയ്യുകയാണ്. 2-ാം വാക്യം നോക്കിയാട്ടെ, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവള് ഈ വാക്യം വായിച്ചിട്ട് പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതായത് വിശ്വസിച്ച ശേഷം വേണം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ആത്മാവിനെ ലഭിക്കുന്നത് ഒരു സെക്കൻഡ് ബ്ലെസ്സിംഗ് ആണ്, 2ാമത്തെ അനുഗ്രഹമാണെന്ന് പഠിപ്പിക്കുന്നു. രക്ഷിക്കപ്പെട്ട ശേഷം ആത്മാവിനെ പ്രാപിക്കാം. ക്ഷമിക്കണം ഞാൻ പറയുമ്പോൾ, അങ്ങനെ ആത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന യോഗങ്ങളൊക്കെ പലയിടത്തുമുണ്ട്. അതെല്ലാം തിരുവചനത്തിലെ വെളിച്ചത്തിൽ തെറ്റാണ്. എന്താ തെറ്റ്? ഈ 2-ാം വാക്യം തന്നെ കോട്ട് ചെയ്യുന്നത് തെറ്റായിട്ടാണ്. നിങ്ങൾ വിശ്വസിച്ചിട്ട് ആത്മാവിനെ പ്രാപിച്ചോ? അങ്ങനെയല്ല ആ വാക്യം. ആ വാക്യം ഞാൻ ഇംഗ്ലീഷിൽ പറയട്ടെ. ഡിഡ് യു ബിലീവ് ദ ഹോളി സ്പിരിറ്റ് വെൻ യു ബിലീവ്ഡ്? ഒന്നുകൂടി ഞാൻ പറയട്ടെ. ഡിഡ് യു റിസീവ് ദ ഹോളി സ്പിരിറ്റ് വെൻ യു ബിലീവ്, നോട്ട് ആഫ്റ്റർ യു ബിലീവ്. ഡിഡ് യു റിസീവ് ദ ഹോളി സ്പിരിറ്റ് ആഫ്റ്റർ യു ബിലീവ്ഡ് എന്നല്ല പൗലോസ് ചോദിച്ചത്. പൗലോസ് ചോദിച്ചത് എന്താണ്? ഡിഡ് യു റിസീവ് ദ ഹോളി സ്പിരിറ്റ് വെൻ യു ബിലീവ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മാത്രയിൽ ആത്മാവിനെ കിട്ടും. ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോകുന്നതാണ്. Did you receive the Holy Spirit when you believe, not after you believe? നിങ്ങൾ വിശ്വസിച്ച ശേഷം ഒരു സെക്കൻഡ് ബ്ലെസ്സിംഗ് അല്ല ആത്മാവിനെ കിട്ടുന്നത്. ആത്മാവിനെ നമുക്ക് ലഭിക്കുന്നത് നാം വിശ്വസിക്കുന്ന മാത്രയിൽ ആത്മാവിനെ കിട്ടും. Did you receive the Holy Spirit when you believed? സോന്മാരെ, നമ്മള് വിശ്വസിക്കുന്ന മാത്രയിൽ ദൈവം നമുക്ക് ആദ്യം തരുന്ന ദാനം എന്താണെന്നറിയാമോ? ഈ റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം നോക്കിയേ. റോമലേഖനം 8-ാം അധ്യായം തുറന്ന് നമ്മുടെ മുന്നിലുണ്ട്. 8:23. അവിടെ എന്താ പറയുന്നത്? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ അനേക ദാനങ്ങളെ ദൈവം കൊടുക്കുമ്പോൾ ആദ്യം കൊടുക്കുന്ന ദാനം എന്താണ്? ആത്മാവിനെയാണ്. ഇവിടെ എന്താ രേഖപ്പെടുത്തിയത്? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചു. ഞാന് നേരത്തെ എടുത്തിട്ടുള്ളതാണെങ്കിലും ഒന്നുകൂടെ എടുക്കുകയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം നോക്കിക്കാട്ടെ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം, എഫേഷ്യൻസ് ചാപ്റ്റർ 1. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-14 നമുക്ക് വായിക്കാം. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പൂഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. സൗരന്മാരെ, ഇത് വളരെ പ്രാധാന്യത അർഹിക്കുന്ന ഒരു വാക്യമാണ്. ആ വാക്യത്തിൽ നിങ്ങൾ 1, 2, 3 ഇടാമെങ്കിൽ എപ്പം വേദോത്സവം തുറന്നാലും അത് ക്ലാരിഫൈഡ് ആയിട്ട് കിട്ടും. 1, 2, 3 അവിടെ എഴുതിയാൽ മതി. 1, ആ 13-ാം വാക്യം നോക്കിയേ. നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേട്ടു. 1, ആദ്യത്തെ പടി എന്നാ? സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേട്ടു. ഞാൻ അവിടെ ചുവന്ന മഷി കൊണ്ട് 1 എന്നിട്ടു. 2, വിശ്വസിക്കുകയും ചെയ്തിട്ട് 2, നിങ്ങൾ വിശ്വസിച്ചു. നിങ്ങള് സുവിശേഷം എന്ന സത്യവചനം കേട്ടു. 1, 2, നിങ്ങൾ വിശ്വസിച്ചു. ഇനി 3 എന്താണ്? നമ്മള് 14-ാം വാക്യത്തിന്റെ അവസാനം നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു. 1, 2, 3. ഒരു വിശ്വാസിയുടെ 3 ഭാഗങ്ങളാണിത്. ഒരു വിശ്വാസി സുവിശേഷം കേട്ടു. ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ സത്യവചനം, സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേട്ടു. സുവിശേഷം കേട്ടു.
2 വിശ്വസിച്ചു, 3 ദൈവം തന്റെ ആത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടു. വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടു. എടുക്കണമെന്ന് വിചാരിച്ചല്ല, ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഈ മുദ്ര എന്ന് വരെയുണ്ട് നമ്മുടെ ഉള്ളിൽ? 4-ാം അധ്യായം എടുത്ത്, എഫേസ്യരുടെ 4-ാം അധ്യായം. എഫേസ്യരുടെ 4-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം നോക്കിയേ. എഫേസ്യർ 4:30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. നമ്മള് ഈ 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ എന്താ വായിച്ചേ? അവിടെ നമ്മൾ വായിച്ചു, അവിടെ നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ മുദ്രയിട്ടു. ആ മുദ്ര നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. എന്നിട്ട് പൗലോസ് ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ആത്മാവുണ്ട്, ഈ ആത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്, അവനാലാണ് നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഇംഗ്ലീഷിൽ വായിച്ചാൽ, യു ആർ സീൽഡ് അണ്ടിൽ ദ ഡേ ഓഫ് റിഡംഷൻ. Oh, what a wonderful truth it is. I can grieve the Spirit, but he will not leave me. എനിക്ക് ആത്മാവിനെ ദുഃഖിപ്പിക്കാം. എന്റെ ജീവിതത്തിന്റെ പല പ്രവൃത്തികൾ കൊണ്ട് അവൻ ഇഷ്ടമില്ലാത്തത് ചെയ്ത് എനിക്ക് ദുഃഖിപ്പിക്കാം, പക്ഷെ അവൻ എന്നെ വിട്ടുപോകില്ല. എന്താ കാരണം? എന്നെ വീണ്ടെടുക്കുന്ന ആ ദിവസം വരെ മുദ്രയിട്ടു ദൈവം. ആ മുദ്ര എന്നിലുണ്ട്. ആ മുദ്ര എന്താണ്? പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് എന്നെ വിട്ടുപോകില്ല. ഞാൻ സുവിശേഷം കേട്ടു, വിശ്വസിച്ചു, ആത്മാവിനാൽ ദൈവം മുദ്രയിട്ടു. ആ മുദ്ര എന്നിൽ, ഞാൻ ആത്മാവിനെ ദുഃഖിപ്പിച്ചാലും ഒരിക്കലും എന്നെ വിട്ടുപോകില്ല. കാരണം യു ആർ സീൽഡ് അണ്ടിൽ ദ ഡേ ഓഫ് റിഡംഷൻ. ഞാൻ ഈ വാക്യം എടുക്കുമ്പോൾ പറയാറുണ്ട്, ആത്മാവ് എന്നെ വിട്ടുപോകുകയാണെങ്കിൽ പിന്നെ ആത്മാവിന് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ആത്മാവിനിൽ വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ അവന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ ദുഃഖിക്കുന്നത്. ഒന്നുകൂടി ഞാൻ ഓർപ്പിക്കട്ടെ. റോമലേഖനം 8:23 നമ്മൾ വായിച്ചു, ആത്മാവെന്ന ആദ്യദാനം നമുക്ക് ലഭിച്ചു. നമ്മൾ ഇനി റോമലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരികയാണ്. റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നോക്കിയേ. അവിടെ ബട്ട് യു ആർ നോട്ട് ഇൻ ദ ഫ്ലഷ് ബട്ട് ഇൻ ദ സ്പിരിറ്റ്. പൗലോസ് പറയുകയാണ്, നിങ്ങൾ 9-ാം വാക്യം 8-ന്റെ, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നമ്മളില് 7-ാം അധ്യായത്തിൽ വരുമ്പോൾ 7-ാം അധ്യായത്തിന്റെ 2 വാക്യം വായിക്കാം. 7-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം നോക്കിയാട്ടെ. 17-ാമത്തെ വാക്യം, എന്നിൽ ആയാൽ അതിനെ ഞാൻ എന്നിൽ വസിക്കുന്ന പാപം, എന്നിൽ പാപമുണ്ട്. 20-ാം വാക്യം നോക്കിയേ. വീണ്ടും പൗലോസ് പറയുന്നു, ഞാൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നു എങ്കിലോ അതിനെ ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം. നോക്കുക, 17-ാം വാക്യത്തിലും 20-ാം വാക്യത്തിലും 2 പ്രാവശ്യം എടുത്തു പറഞ്ഞു, sin that dwelleth in me, എന്നിൽ വസിക്കുന്ന പാപം. എന്നാൽ 8-9 നോക്കാട്ടെ. 8-9 റോമലേഖനം 8-9 വാക്യം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ, എന്നിൽ പാപമുണ്ട്, എന്നിൽ വസിക്കുന്ന പാപം. 2 പ്രാവശ്യം 7-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, എന്നിൽ ആ പാപമുണ്ടെങ്കിലും there is indwelling sin in me. അത് ആദമിൽ എനിക്ക് ലഭിച്ച എന്റെ പ്രകൃതിയാണ്. എന്നാൽ ദൈവം എന്താ ചെയ്ത്? എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ, എന്നിൽ പാപമുണ്ട്, പാപത്തിന്റെ സ്വഭാവമുണ്ട്. എനിക്ക് അതിൽ നിന്ന് വിടുതൽ തരാൻ, വിമോചനം തരാൻ എന്റെ ഉള്ളിൽ ആദ്യമായി ദൈവം എനിക്ക് നൽകിയ ദാനം പരിശുദ്ധാത്മാവിനെയാണ്. ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണ്, ഇൻഡ്വെല്ലിംഗ് സ്പിരിറ്റ്, എന്നിൽ വസിക്കുന്ന ആത്മാവ്. ഒന്നാലോചിച്ച് നോക്കി. നമുക്കിനി കർത്താവ് പറഞ്ഞൊരു വാക്കുകൂടെ എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം നോക്കാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. 14-ാം അധ്യായത്തിന്റെ യോഹന്നാൻ 14-ന്റെ 16-ഉം 17-ഉം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനെ അവന് ലഭിപ്പാൻ കഴിയുകയില്ല. അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിലിരിക്കുകയും ചെയ്തതുകൊണ്ട് അവനെ അറിയുന്നു. വണ്ടർഫുൾ. ലോകത്തിന് പരിശുദ്ധാത്മാവിനെ അറിയാൻ കഴിയില്ല.
എന്നാൽ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ച്, നമ്മൾ ഓർക്കണം, നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ടോ നമ്മൾ ചോദിച്ചത് കൊണ്ടോ നമുക്ക് ലഭിച്ചതല്ല ആത്മാവിനെ. ആരാ ചോദിച്ചത്? ഈ ലോകത്തിൽ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പാപത്തിന്റെ പരിഹാരത്തിന് ക്രൂശിൽ മരിച്ച് പുനരുദ്ധാനം പ്രാപിച്ച് പിതാവിന്റെ സന്നിധിയിൽ കരേറി ചെന്ന് അവൻ മഹത്വീകരിച്ചപ്പോൾ പിതാവിനോട് പറഞ്ഞു, നീ എനിക്ക് തന്ന പ്രവൃത്തി തികച്ചും. എന്നിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ താഴെയുണ്ട്, അവർ വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. അവരുടെ പ്രകൃതി പാപത്തിന്റെ പ്രകൃതിയുണ്ട്, അവരിൽ പാപം വസിക്കുന്നുണ്ട്. അവരെ സഹായിപ്പാൻ ദൈവത്തിന്റെ ആത്മാവിനെ അയച്ചു കൊടുക്കണം. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളോടുകൂടെ ഇരുപ്പാൻ അയക്കും. അവൻ നിങ്ങളോടുകൂടെ വസിക്കും, അവൻ നിങ്ങളിൽ വസിക്കും. സൗൽമാരെ, നമുക്ക് ലഭിച്ച അനുഗ്രഹത്തിന്റെ വലിയ ഒരു കാര്യമാണ് കർത്താവ് യോഹന്നാൻ 16-17 വാക്യത്തിൽ പറഞ്ഞത്. നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. ലോകത്തിന് അവനെ അറിയുവാനോ അവനെ സ്വീകരിപ്പാനോ കഴിയില്ല. എന്നാൽ നമുക്കറിയാം. പിന്നീട് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 6:19 രേഖപ്പെടുത്തി, നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. അങ്ങനെ എഴുതിയിരിക്കുന്നത്. A temple of the Holy Spirit in which he dwells. Your body is the temple of the Holy Spirit. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമാണ് നിങ്ങൾ. എന്തോ ഒരു അനുഗ്രഹമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെന്നുള്ളതിന്റെ തെളിവ്. ഞാൻ ഒന്നുകൂടെ ചില കാര്യങ്ങൾ എടുത്തോട്ടെ. യോഹന്നാൻ സുവിശേഷം തന്നെ 14-ാം അധ്യായത്തിന്റെ നമ്മൾ വായിച്ച 14-ാം അധ്യായത്തിന്റെ നമ്മൾ 16-17 വായിച്ചത്. ഒരു വാക്യം കൂടെ വായിക്കാം. 20-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വന്ന് നിങ്ങൾ അന്ന് അറിയും. എന്തോ ഒരു ബന്ധമാണ്. ഞാൻ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും. സഹോദരന്മാരെ, നമുക്ക് 1-2 വാക്യം ഒന്ന് വായിക്കാം. 1 യോഹന്നാൻ എടുത്താട്ടെ. 1 യോഹന്നാൻ, ആ ബ്ലെസ്സിങ്ങിന്റെ വലിപ്പം ഞാൻ ചൂണ്ടിക്കാണിക്കുക. 1 യോഹന്നാൻ 3:24 വാക്യം. 1 യോഹന്നാൻ 3:24 വാക്യം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. അടുത്ത ഭാഗം, അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. തീർന്നില്ല. 1 യോഹന്നാൻ 4:13 കൂടെ വായിക്കാം. 1 യോഹന്നാൻ 4:13, നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നുവെന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. ആ വാക്യം ഒന്നുകൂടെ നോക്കിയേ. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നുവെന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. സഹോദരന്മാരെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മളിൽ വസിക്കുന്നു. നാം അവനിൽ വസിക്കുന്നു. ആത്മസ്നാനത്താൽ 1 കൊരിന്ത്യർ 12:13 വാക്യം, ആത്മസ്നാനത്താൽ നാം അവനിലും അവൻ നമ്മളിലുമായി മാറി ഒരിക്കലും പിരിയുവാൻ കഴിയാത്ത അഭേദ്യ ബന്ധം, നിത്യരക്ഷ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ദൈവജനം. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായം എടുക്കാം. ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായം, ഗലേഷ്യൻസ് ചാപ്റ്റർ 3, അതിന്റെ 2-3 വാക്യം. ഞാൻ ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾ ആത്മാവിനെ ലഭിച്ചത് ന്യായപ്രമാണത്തിന് പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? ഗലാത്യയിലെ വിശ്വാസികൾക്ക് ഒരു പ്രശ്നമുണ്ടായി. രക്ഷിക്കപ്പെട്ട ഗലാത്യ വിശ്വാസികൾ ന്യായപ്രമാണം അനുഷ്ഠിക്കണമെന്നുള്ളൊരു ചിന്ത അവരെ കയറി പഠിച്ചു. പൗലോസ് അവർക്ക് എഴുതുകയാണ്, നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത് ന്യായപ്രമാണം അനുസരിച്ചിട്ടാണോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണോ? മറുപടി എന്താ? ഞങ്ങൾ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് തിരിയുന്നത് എന്തിനാണ്? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് നിങ്ങൾ ജഡത്തിൽ ചെന്ന് നിൽക്കാൻ പോവുകയാണോ? സഹോദരന്മാരെ, ഇതല്ല എഫേസ്യർ 1 നമ്മൾ വായിച്ചത്.
നമ്മള് സത്യത്തിന്റെ സുവിശേഷം കേട്ടു, വിശ്വസിച്ചു, ആത്മാവ് നമ്മളെ മുദ്രയിട്ടു. ആത്മാവെന്ന ആദ്യദാനം നമുക്ക് ലഭിച്ചു. അവൻ നമ്മളിൽ വസിക്കുന്നെന്നും നാം അവനിലാണെന്നും അവൻ തന്ന ആത്മാവിനെ നമ്മൾ അറിയുന്നു. ഇതൊരു കംഫോർട്ടബിൾ ഹോപ്പാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, ഞാൻ ദൈവത്തിന്റെ വകയാണ് എന്നുള്ള ആ വലിയ കംഫോർട്ട്. എന്നിൽ പാപം വസിക്കുന്നുണ്ട്, എന്നാൽ എന്നിൽ വസിക്കുന്ന പാപത്തെ മറികടക്കുവാൻ നോക്കുക, എനിക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം പരിശുദ്ധാത്മാവിനെ. വീണ്ടും ഞാൻ പറയട്ടെ, ഒരു വിശുദ്ധ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ പിരിഞ്ഞ് നമുക്ക് ജീവിപ്പാനോ അവന്റെ സാന്നിധ്യം നമ്മള് അവഗണിക്കാനോ നമുക്ക് സാധ്യമല്ല. നമ്മുടെ ചിന്തകളെ കുറിച്ച് നമ്മൾ ഓർത്തു. ഇവിടെ നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ നമ്മളോട് കൂടെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ട്. ഈ പരിശുദ്ധാത്മാവ് നമ്മൾ നോക്കിയാട്ടെ, 9-ാം വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തില് ഈ പരിശുദ്ധാത്മാവിന് വേറെ ഒരു പേരുണ്ട്. ആ പേരെന്താ? ക്രിസ്തുവിന്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ 9-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ എന്താ വായിച്ചേ? ദൈവത്തിന്റെ ആത്മാവ്. ആ പേരുകൾ കണ്ടോ? ദൈവത്തിന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്. 10-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യം, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ. നോക്കുക, ദൈവത്തിന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവ്. 10-ാം അധ്യായത്തിൽ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ. ഇവിടെ നോക്കുക, ത്രിയേക ദൈവം, തൃത്വത്തിന്റെ മനോഹരമായ ചിത്രം. ദൈവം, ക്രിസ്തു, ആത്മാവ്. ഇത് മൂന്നും കൂടെ വരുന്നില്ലേ? വരുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവ്, ആത്മാവ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ തൃത്വം നമ്മളോടുകൂടെ വസിക്കുകയാണ്. ഇവിടെ ഇത് പറയുമ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ദൈവത്തിന്റെ ആത്മാവ്. നമ്മള് ഇവിടെ ഒരു പാഠം വേറെ കിട്ടുന്നുണ്ട്. ആ പാഠം ഞാനൊന്ന് എടുത്തോട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ഈ പരിശുദ്ധാത്മാവിനെ എന്തിനാണ് ക്രിസ്തുവിന്റെ ആത്മാവെന്ന് വിളിച്ചത്? അത് നമുക്കൊരു വലിയ പാഠം നമുക്ക് തരുന്നു. ഈ പരിശുദ്ധാത്മാവിനെ ക്രിസ്തുവിന്റെ ആത്മാവെന്ന് വിളിച്ചത് എന്തിനാണ്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ 14-16 വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നെ നിങ്ങളോട് ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഇവിടെ I will pray to the Father and he will give you another comforter. മറ്റൊരു കാര്യസ്ഥനെ, another comforter തരും. ഈ അനദർ എന്നുള്ളത് ഗ്രീക്ക് ഭാഷ, നമുക്കറിയാം പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ലാംഗ്വേജില. 2 ഗ്രീക്ക് വാക്കുകളുണ്ട്, ഹെട്രോസ് എന്നും ആലോസ് എന്നും. ഇപ്പം ആണും പെണ്ണും രണ്ടുപേരും മനുഷ്യരാണ്. ആണും പെണ്ണും, ഹെട്രോസെക്സ്വൽ എന്നൊക്കെ പറയില്ലേ, ആണും പെണ്ണും രണ്ടും മനുഷ്യരാ. പക്ഷെങ്കില് ആണും പെണ്ണും വ്യത്യസ്തരാണ്. അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹെട്രോസ് എന്നാണ്. ഹെട്രോസ്, HETROS, ഹെട്രോസ്. എന്നാൽ ആ വാക്കല്ല ഇവിടെ ഉപയോഗിച്ചത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആലോസ് എന്ന വാക്കാണ്. ആലോസ്. ഞാൻ നോക്കി എന്താണ് ഇതിന്റെ അർത്ഥം. ആലോസ് എന്ന വാക്കിന്റെ അർത്ഥം another of exactly of the same kind. ഹെട്രോസ് എന്ന് പറഞ്ഞാൽ another of different kind. ആണും പെണ്ണും, another of different kind. മനുഷ്യരാണെങ്കിലും another kind. She is a woman, he is a man, a different kind. എന്നാൽ ആ വാക്കല്ല ഇവിടെ ഉപയോഗിച്ചത്. മറ്റൊരു കാര്യസ്ഥൻ, ആലോസ്, another of exactly the same kind. അപ്പം പരിശുദ്ധാത്മാവ് മറ്റൊരു കാര്യസ്ഥൻ എന്ന് കർത്താവ് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? I will give you another spirit. I will give you a spirit of the same character of mine. Exactly of mine character. എന്നെ പോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരാത്മാവ്, എന്നെ പോലെ തന്നെ ഇരിക്കുന്ന സ്വഭാവമുള്ള, എന്റെ അതേ സ്വഭാവമുള്ള എന്ന് പറഞ്ഞാൽ
ക്രിസ്തുവിന്റെ ആത്മാവെന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ചിരിക്കുന്നതിന്റെ ആശയം കണ്ടോ? ഇവിടെ നമുക്കൊരു പാഠം കിട്ടുന്നുണ്ട്. ആത്മനിറവുള്ള വ്യക്തികള് എന്ത് കാണിക്കും? ആത്മാവിന്റെ ബലങ്ങൾ കാണിക്കും. അപ്പൊ ആത്മനിറവുള്ളവര് ക്രിസ്തുവിന്റെ ആത്മാവാകയാൽ എന്ത് കാണിക്കും? ക്രിസ്തുവിന്റെ ക്യാരക്ടർ വെളിപ്പെടുത്തും. ക്രിസ്തുവിന്റെ ക്യാരക്ടർ വെളിപ്പെടുത്തും. ഇനി നമുക്ക് പെട്ടെന്ന് ഇതിന്റെ മറുഭാഗത്തിലേക്ക് പോവുകയാണ്. നമ്മൾ അതിന്റെ 10ാം വാക്യം നോക്കാൻ പോവുകയാണ്. 8ാം അധ്യായത്തിന്റെ 10ാം വാക്യം. അത് നമ്മൾ ആലോചിക്കുക. പൗലോസിയുടെ വിശുദ്ധ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രാധാന്യത അർഹിക്കുന്ന കാര്യം നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളിലും പരിശുദ്ധാത്മാവുണ്ട്. എഫെസോസിൽ ഉണ്ടായിരുന്ന 12 ശിഷ്യന്മാർ, യോഹന്നാന്റെ സ്നാനമേറ്റവര് ആത്മാവ് ഉണ്ടെന്നുപോലും അവർ കേട്ടിട്ടില്ല. അവർ കേൾക്കാഞ്ഞത് പെന്തിക്കോസ്ത് നാളിനെ കുറിച്ചാണ്. ആത്മാവ് വന്നതെന്നും അവർ അറിഞ്ഞില്ല. എന്റെ സഹോദരന്മാരെ, നമ്മൾ ഒരു കാര്യം ഓർക്കണം. അവരിൽ ആത്മാവില്ല എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ നിന്ന് പൗലോസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഡിസേണിംഗ് പവർ. ഒരു വിശ്വാസിയെ കണ്ടാൽ തിരിച്ചറിയുന്നതിന്റെ കാരണം അവനിൽ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളത് കൊണ്ടാണ്. അവനിൽ കുറവുണ്ടായേക്കാം, അവനിൽ പരിമിതികൾ ഉണ്ടായേക്കാം, പല അറിവുകേടുകളൊക്കെ അവനിൽ വന്നേക്കാം. പക്ഷെ അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ റിഫ്ലക്ട് അവന്റെ മുഖഭാവത്തിലും അവന്റെ സംസാരത്തിലും അവന്റെ ബിഹേവിയറിലും കാണും. കാരണം എന്നാ? അവന്റെ ഉള്ളിൽ ഇപ്പോഴുള്ള ആത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവാണ്. ആ ക്രിസ്തുവിന്റെ ക്യാരക്ടർ അവനിൽ കാണിച്ചുകൊണ്ടിരിക്കും. കർത്താവ് പറഞ്ഞ വാക്ക് ഓർമ്മയില്ലേ? യു ഷാൽ നോ ദം ബൈ ദ ഫ്രൂട്ട്. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ലോകമനുഷ്യൻ ആത്മാവില്ല. നമ്മൾ കണ്ടു, വായിച്ചു. ആ ലോകമനുഷ്യൻ അവനെ സ്വീകരിപ്പാൻ കഴിയില്ല. ലോകമനുഷ്യനായി ജീവിക്കുമ്പോൾ ഒരു ദൈവം ഇതിൽ വ്യത്യസ്തനായി തീർന്നതിന്റെ കാരണം അവനിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. ഇത് മനസ്സിൽ വെച്ചിട്ട് 10ാം വാക്യം നോക്കിയാട്ടെ. അവിടെ 10ാം വാക്യത്തില് ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ, ഇംഗ്ലീഷിൽ വായിച്ചാൽ ബട്ട് ഇഫ് ക്രൈസ്റ്റ് ഈസ് ഇൻ യു. ഇഫ് ക്രൈസ്റ്റ് ഈസ് ഇൻ യു, ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു തർക്കമല്ല ഇഫ് എന്നുള്ളത് വന്നിരിക്കുന്നത്. ഉള്ളത് കൊണ്ട് ഇങ്ങനെയായിരിക്കണം. ഉള്ളത് കൊണ്ട് ഇങ്ങനെയായിരിക്കണം. എങ്ങനെയായിരിക്കണം? 10ാം വാക്യം നോക്കിയാട്ടെ. പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ഇവിടെ മരണം എന്നൊക്കെ പറയുന്നതും ജീവൻ എന്ന് പറയുന്നതും മരിച്ചിട്ടുള്ള പുനരുത്ഥാന ജീവിതമാണോ? ആണോ? 8ാം അധ്യായത്തിന്റെ 13ാം വാക്യം നോക്കിയാട്ടെ. നിങ്ങളോ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കും. ആ മരണം ബാലശിക്ഷയായിട്ട് ലഭിക്കുന്ന മരണമാണോ? ചില വിശ്വാസികൾ സമയത്തിന് മുമ്പ് മരിച്ചു പോകും. ആ മരണമാണോ ഇവിടെ പറയുന്നത്? അല്ല, അതല്ല ഇവിടെ പറയുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെയാണെന്ന് പറയുന്നവരും പഠിപ്പിക്കുന്നവരും ഉണ്ട്. എന്നാൽ അങ്ങനെ അല്ല എന്ന് പറയാൻ കാരണം അതിന്റെ 13ാം വാക്യത്തിന്റെ 2ാം ഭാഗം നോക്കിയേ. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നെങ്കിലോ. മരിച്ചുപോയെങ്കിൽ പിന്നെ മരിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഒരു ആത്മിക മരണമുണ്ട്. എന്താണ് ഈ ആത്മിക മരണം? ഒരു വാക്യം നമുക്ക് വായിക്കാം. 1 തിമോത്തിയോസ് 5ാം അധ്യായം എടുത്താട്ടെ. ഈ വാക്യത്തിൽ നമുക്ക് മടങ്ങി വരണം. 1 തിമോത്തിയോസ് 5ാം അധ്യായം അതിന്റെ 6ാം വാക്യം നോക്കി. തിമോത്തിയോസ് 5:6. കാമുകിയായവളോ ജീവിച്ചിരിക്കൽ ചത്തവളാണ്, മരിച്ചവളാണ്. എന്താ അതിന്റെ ആശയം? W.E. വൈൻ എന്ന് പറയുന്ന പണ്ഡിതൻ പറഞ്ഞത്, the death here is not merely of the body. നമ്മുടെ ശരീരം മരിക്കുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. It is not merely the death of our body. പിന്നെ നോക്കുക, ആത്മികമായ ഒരു അവസ്ഥ. കാമുകിയായവൾ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി അവള് ഒരു പുരുഷനുമായിട്ട് അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനുമായിട്ട് പ്രേമത്തിലാണ്. കാമുകിയാണ് അവള് മരിച്ചവളാണ്. മരിച്ചവളെന്ന് പറയുമ്പോൾ ആരെന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല, അവിടെ ചെവിക്കകത്ത് കയറില്ല. അവള് ചുറ്റുപാടുകളോട് മരിച്ച ഒരു അവസ്ഥയാണ്. അതൊരു ഒരു 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 കണ്ടീഷൻ ഓഫ് ദ മൈൻഡ് ആണ്. ഒരു മനസ്സിന്റെ പ്രത്യേക അവസ്ഥയാണ്. നമ്മൾ നോക്കാം, ഇവിടെ നമ്മളിപ്പം വായിക്കുന്നത്, ഇവിടെ പറഞ്ഞത്
ഈ 10-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് ഒരു മരണത്തെക്കുറിച്ച് പറയുകയാണ്. എന്താ? ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതാണ്. ആ മരണം 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 13 നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കും. ആത്മീക മരണം. അനേകർ മരിക്കുന്നു, അനേകർ നിദ്ര പ്രാപിക്കുന്നു. ആക്ഷരികമായി മരണം സംഭവിക്കുന്നുണ്ട്, അതിന് തർക്കമില്ല. പക്ഷെ ഇവിടെ ഈ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ശരീരത്തെ, പ്രവൃത്തികളെ മരിപ്പിക്കാൻ പറയുമ്പോൾ മോർട്ടിഫൈ ചെയ്യുക, അതിന്റെ വിശദീകരണം നമുക്ക് പിന്നീട് ചിന്തിക്കാം. അവിടെ പറയുമ്പോൾ ആ മോർട്ടിഫൈ ചെയ്യുക എന്ന് പറയുന്നത്, നമ്മൾ മരിപ്പിക്കുക എന്ന് പറയുന്നത് put to death the deeds of the body, put to death. നിങ്ങൾ അങ്ങനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. 2 കൊരിന്ത്യർ 4:16, 2 കൊരിന്ത്യർ 4:16. പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു, പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു. ഒരു പ്രത്യേക മരണം, മർത്യ ശരീരം. ഈ ശരീരം മർത്യ ശരീരമാണ്, മരിക്കുന്നതാണ്. എന്നാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരങ്ങളെ മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾക്കൊക്കെ റോമലേഖനം 6-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത് എന്താ? പൗലോസ് ചോദിക്കുന്നുണ്ട്, അങ്ങനെ മരിച്ചവൻ ഇനി പാപത്തിൽ എങ്ങനെയാ ജീവിക്കുന്നേ? 5-ാം അധ്യായത്തിൽ ഒരു ചോദ്യം വരുന്നു. ആ ചോദ്യം എന്താ? 5-ാം അധ്യായം, റോമലേഖനം 5-ാം അധ്യായത്തിൽ ഒരു ചോദ്യം വരികയാണ്. ആ ചോദ്യം എന്താന്ന് ചോദിച്ചാൽ 20-ാം വാക്യം, എന്നാൽ ലംഘനം പെരുകിയെടുത്ത് ന്യായപ്രമാണം ഇവിടെ ചേർന്ന് വന്നു, എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപയും വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നീതിയാൽ നിത്യജീവനെ ആകയാൽ നാം എന്ന് പറയുന്നുണ്ടോ? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? പാപം പെരുകിയെടുത്ത് കൃപ വർദ്ധിച്ചു. അപ്പൊ ചോദ്യം വരികയാണ്, അങ്ങനെയാണെങ്കിലേ പാപം ചെയ്തുകൊണ്ടിരുന്നാൽ മതിയല്ലോ കൃപ വർദ്ധിക്കാൻ? പൗലോസ് അതിന്റെ മറുപടി എന്താ പറയുന്നത്? ഒരു വിശ്വാസി, നീ ജീവിതം ആരംഭിച്ചത് പാപത്തിനും മരിച്ചു, പാപസംബന്ധമായി നീ മരിച്ചു. അങ്ങനെ പാപത്തിന് മരിച്ചവന് ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെയാണ്? അതാണ് 2-ാം വാക്യം. പാപസംബന്ധമായി മരിച്ചവൻ ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെയാണ്? പാപത്തെ കുറിച്ച് അനുദപിച്ചു, പാപത്തോട് സലാം പറഞ്ഞു. നമുക്ക് സെയിന്റ് അഗസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം സ്ത്രീലമ്പടനും വളരെ പാപത്തിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് സെയിന്റ് അഗസ്റ്റിൻ. പതിപോലെ വേശ്യകളുള്ള തെരുവിലൂടെ അദ്ദേഹം നടന്നു പോകുമ്പോൾ അഗസ്റ്റിൻ അഗസ്റ്റിൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിളിക്കുകയാണ്. അദ്ദേഹം തിരിഞ്ഞു നിന്ന് മറുപടി പറഞ്ഞു, അഗസ്റ്റിൻ മരിച്ചുപോയി, അഗസ്റ്റിൻ മരിച്ചുപോയി. അദ്ദേഹമാണ് പിന്നീട് സെയിന്റ് അഗസ്റ്റിൻ എന്നറിയപ്പെട്ട പ്രസിദ്ധനായ മനുഷ്യൻ. എന്താ കാരണം? കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ പാപജീവിതത്തിനും മരിച്ചു, പാപത്തിനും മരിച്ചു. നമ്മൾ ഇവിടെ നോക്കുക, ഇവിടെ ഈ റോമലേഖനം 10-ാം വാക്യത്തിലെ 8-ാം അധ്യായത്തിന് 10-ാം വാക്യത്തിലെ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിലോ, മറ്റു പറഞ്ഞാൽ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിലോ പാപം നിമിത്തം മരിക്കേണ്ടതാണ്, എന്നാൽ ആത്മാവിനാൽ നീതി നിമിത്തം ജീവനാകും. നമുക്ക് ആ ഭാഗം അടുത്ത ആഴ്ച കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാം. ഒരു ആത്മികമായ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. നമ്മുടെ ശരീരങ്ങളെ മരിപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ്. പാപത്തിന് മരിപ്പിക്കുക, മോർട്ടിഫിക്കേഷൻ. അത് വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കും. ഇവിടെ ഞാൻ നിർത്തുന്നു. ഒരു കാര്യം മാത്രം നമ്മൾ ഓർക്കുക, നമ്മളെ സഹായിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. രക്ഷിക്കപ്പെട്ട എല്ലാവരിലും ദൈവാത്മാവുണ്ട്. ദൈവാത്മാവില്ലാതെ യേശു ക്രിസ്തു എന്ന് പറയാൻ നിവൃത്തിയില്ല. ദൈവാത്മാവിനെ നമുക്ക് ആദ്യദാനമായി നൽകിയതാണ്. നാം അവനിലും അവൻ നമ്മളിലും വസിക്കുന്നുവെന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. നമ്മുടെ ഉള്ളിൽ നമ്മോട് സാക്ഷ്യം പറയും, നമ്മൾ ദൈവമക്കളാണ്. നമ്മുടെ ജീവിതം മറ്റുള്ളവർ കാണുമ്പോൾ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നുവെന്നുള്ളത് നമ്മൾ ഓർത്തതുപോലെ നമ്മുടെ ഫലങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയും. യു ഷാൽ നോ ദം ബൈ ദെയർ ഫ്രൂട്ട്. യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ അവന്റെ ക്യാരക്ടർ നമ്മളിൽ വെളിപ്പെടും. റോമലേഖനം 13-14 നമ്മൾ വായിച്ചതാണ്, യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവീൻ. നമ്മൾ ധരിക്കുന്നതാണ് മറ്റുള്ളവർ കാണുന്നത്.
നമ്മൾ വിശുദ്ധരായി ജീവിപ്പാനായിട്ട് ആത്മാവിനെ അനുസരിച്ചാൽ മതി. ഈ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകിയിട്ടുണ്ട്. നമുക്കതിൻ്റെ മറുഭാഗം അടുത്ത ആഴ്ച ചിന്തിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.